വെൽക്കം ബാക്ക് ടു സൈലം SSC RRB. അപ്പോൾ നിങ്ങളെല്ലാവരും RRB JEE എക്സാമിന്റെ നല്ല കടുത്ത പ്രിപ്പറേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ കൃത്യമായിട്ട് റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു സമയമാണ്. നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ നമ്മളെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പം ഇനിയുള്ള ഈ ഒരു സമയം മുന്നോട്ടേക്ക് ഈ ഒരു മാസം അത്രത്തോളം ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ? നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ അത്രത്തോളം ദിവസങ്ങൾ കുറവാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം ഇനിയുള്ള ഈ ഒരു സമയം വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടെ ഈ ഒരു എക്സാമിലേക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം RRB JEE 2026 നമുക്കറിയാം, നമ്മുടെ CBT 1 നടക്കാൻ പോവാണ് അല്ലെ? RRB JEE പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഓൾറെഡി നിങ്ങൾ ആസ്പിരൻസും ആണ്. പക്ഷെ അതിന്റെ വാക്കൻസി നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, എത്രത്തോളം വാക്കൻസി എവിടെ വന്നിട്ടുണ്ടെന്നുള്ള അല്ലെ? ഏകദേശം 2588ഓളം വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല പല സോഴ്സസിൽ നിങ്ങൾക്ക് പല പല ഇൻഫർമേഷൻസും കാണാൻ സാധിക്കും. ചില സോഴ്സസിൽ, അൺഒഫീഷ്യൽ സോഴ്സസിൽ നമുക്ക് ചിലതിൽ 2500, 2530 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഏകദേശം ഒരു 2588ഓളം വാക്കൻസികൾ RRB JEE വരുന്നുണ്ട്. നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു എക്സാം ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, ഓൺലൈനാണ്, CBT ആണ് അല്ലെ? അപ്പം 2 CBT 1 CBT 2 എക്സാംസ് നമുക്ക് RRB JEE വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം CBT 1 ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എക്സാം ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. നല്ല കട്ട പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പം ഈ CBT 1 കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇനിയുള്ള സമയം നല്ല അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാം, ഓരോ ടോപ്പിക്കുകളെയും നമ്മുടെ JEEക്ക് ഒരു പ്രത്യേകത വരുന്നുണ്ട്. CBT 1 CBT 2 ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലൊക്കെ അതിലുള്ള ഒരു ടോപ്പിക്കുകളുടെ സിലബസിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അപ്പം അത് ഓരോന്നും കൃത്യമായിട്ട് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാം. ജനറൽ സയൻസ് പോലെ, GK പോലെ, മാത്സ്, റീസണിങ് പോലെയുള്ള സബ്ജക്റ്റുകളെ നമ്മൾ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പം അതിനെ നിങ്ങളെ കുറച്ചുകൂടെ സഹായിക്കുന്ന, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ CBT 1 നമുക്കറിയാം. CBT 1 നിങ്ങളെ സബ്ജക്ട്സ് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാത്സ് വരുന്നുണ്ട്, മാത്സ്, റീസണിങ് വരുന്നുണ്ട്, ദെൻ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള ടോപ്പിക്കുകൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ കൂടെ തന്നെ GA വരുന്നുണ്ട്. അതുകൂടാതെ ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ജനറൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നമുക്ക് വരുന്നത്. അപ്പം ആ 3 ടോപ്പിക്കുകളും CBT 1 നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഈ 3 ടോപ്പിക്കുകളായിരിക്കും. ജനറൽ സയൻസിൽ ഈ 3 ടോപ്പിക്കുകളാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പം ഈ 4 ഏരിയ ആണ്, ഈ 4 സബ്ജക്ട്സ് ആണ് നമ്മൾ CBT 1 എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇനി വരുന്ന എക്സാമിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര മാർക്കിനാണ്? 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസും 90 മിനിറ്റും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പം ഈ 90 മിനിറ്റിൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. മാക്സിമം ഒരു ഏകദേശം ഒരു 80ലൊക്കെ പിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, രക്ഷയുള്ളൂ. അതായത് മിക്ക സ്ഥലങ്ങളിലെയും കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് മാറി വരും, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. മിക്ക ആളുകൾ ഇപ്പം ബാംഗ്ലൂർ, ചെന്നൈ സോണിലൊക്കെ എക്സാം എഴുതാൻ പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഡിഫറെന്റ് ജോലികൾ അതിൽ വരുന്നുണ്ടല്ലോ, ഡിഫറെന്റ് കാറ്റഗറികൾ വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ആ ഒരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം നിങ്ങൾ 80ലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കട്ട പ്രിപ്പറേഷൻ നടത്തിയാൽ മാത്രമേ, വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ മാക്സിമം ആ ഒരു 100 തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ. പക്ഷേ 80 ആ ഒരു 80 നിങ്ങൾ എയിം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ CBT 1 മാത്സ്, റീസണിങ്, GA, ജനറൽ സയൻസ് വരുന്നുണ്ട്. പക്ഷെ CBT 2 എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ മെയിൻ ആയിട്ട് നമുക്കറിയാം ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്, JEE ആണല്ലോ അല്ലെ? RRB JEE ആണല്ലോ. ഒബിയസ്ലി ടെക്നിക്കൽ സബ്ജക്ട്സിനാണ് CBT 2 അവിടെ എന്ത് വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, GAയും അതേപോലെ ജനറൽ സയൻസും. ജനറൽ സയൻസിൽ ഇവിടെ ജനറൽ സയൻസ് എന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ, CBT 2 ആ ഒരു സബ്ജക്ട് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ സയൻസ് എന്നെടുത്ത് കൊടുത്തിട്ടില്ല. അവിടെ കൃത്യമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി എന്നെടുത്ത് എഴുതിയിട്ടുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി. പക്ഷേ CBT 1 ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടില്ല, ജനറൽ
സയൻസ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ബയോളജിയും കൂടെ അവിടെ വരുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ആ ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചോളൂ. CBT 2 GA വരുന്നുണ്ട്. ഓക്കെ, GA വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള പോളിറ്റി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള GA വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവിടെ ജനറൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇതിലാണ് നിങ്ങൾ CBT 2 ഫോക്കസ് ചെയ്യുന്നത്. അത് നമുക്ക് CBT 1 പറ്റി സംസാരിക്കാം. നമ്മൾ വരാൻ പോകുന്ന എക്സാമിനെ പറ്റി സംസാരിക്കാം. CBT 1 നമ്മൾ പറഞ്ഞു മാത്സ്, റീസണിങ്, GA, ജനറൽ സയൻസ്, ഈ 4 സബ്ജക്റ്റുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പം അതില് മാത്സിന്റെ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം, ബോട്ട് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF ഇഷ്ടം പോലെ അല്ലേ മാത്സിൽ. നിങ്ങളെല്ലാം ഓൾറെഡി കവർ ചെയ്തിരിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, അല്ലേ, റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി ഏതെങ്കിലും വീക്ക് ഏരിയ നിങ്ങൾ കവർ ചെയ്യാനുണ്ടോ അത് നോക്കുക, അല്ലെ. എന്ത് ചെയ്യുമ്പോഴും ഒരു പ്ലാനോടുകൂടെ ചെയ്യുമ്പോഴും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എയിമിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെ. ഒരു പ്ലാനും ഇല്ലാതെ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടും, 8 നിലയ്ക്ക് പൊട്ടും. അറിയാലോ, എന്നാ പണ്ണാലും പ്ലാൻ പണ്ണെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, അപ്പം അതേപോലെ കൃത്യമായുള്ള ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ടോപ്പിക്കുകളൊക്കെ വരുന്ന മാത്സ് ഒക്കെ നിങ്ങൾ നോട്ട് തന്നെ എഴുതി പഠിക്കണം. അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. നോട്ട് തന്നെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലെങ്കിൽ മറന്നുപോകും, 100% ഉറപ്പ്. അപ്പം ഇത്രയും ടോപ്പിക്കുകൾ വരുന്ന, ഇത്രയും ഒരുപാട് ടോപ്പിക്കുകൾ വരുന്ന മാത്സ് നിങ്ങൾക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഈ ഒരു മാസം കൊണ്ട് കവർ ചെയ്യാം, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി റീസണിങ്ങിലേക്ക് വരാം. റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് എഗൈൻ റീസണിങ് ഭയങ്കര സിമ്പിളാണ്, രസമാണ് പഠിക്കാൻ, അല്ലേ. പക്ഷേ ഈ സാധനം നമുക്ക് സിമ്പിൾ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ, എന്താ ഒരു കോൺസെപ്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ, ചെയ്യാൻ അറിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണ് റീസണിങ് എന്ന് പറയുന്നത്. എഗൈൻ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ്. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂടിയതൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും റീസണിങ് പഠിക്കാനൊക്കെ രസമാണ്. പക്ഷേ അത് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് അവസാന നിമിഷത്തേക്ക് ബാക്കി വെക്കരുത്. എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നത് പോലെ തന്നെ റീസണിങ്ങും എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഇപ്പം അനലോഗി ആണെങ്കിലും സിലോജിസ് ആണെങ്കിലും, ഇപ്പം റീസണിങ്ങിൽ നമ്മൾ ടോപ്പിക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അനലോഗി, ദെൻ നമ്പർ സീരീസ്, കോഡിങ്, ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻ ഒക്കെ ഉണ്ടല്ലോ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് RRB JEക്ക് നമ്മുടെ ആദ്യത്തെ കുറച്ച് ഈ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാരണം നമ്മളെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ലല്ലേ. അപ്പം എന്താ പഠിക്കേണ്ടതെന്ന് അറിയാത്തൊരു സമയം നമ്മളെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നോക്കി പഠിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്ലാനോട് കൂടെ പഠിച്ചില്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. ഓക്കെ, അപ്പോൾ റീസണിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ 5 ടോപ്പിക്കുകളുടെ അനലോഗി, നമ്പർ സീരീസ്, ദെൻ കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ പോലെയുള്ള സിലോജിസം ഉൾപ്പെടെയുള്ള വെൻ ഡയഗ്രം എന്നൊക്കെ വളരെ റെയർ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുന്നുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതായത് വെയിറ്റേജ് എവിടെയാണ് കൂടുതൽ വരുന്നത് അവിടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കണം. ഓക്കെ, അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓൾറെഡി അരുൺ സാർ റീസണിങ്ങിന് നന്നായിട്ടില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് JEE ബാച്ചിൽ, അല്ലെ. എല്ലാം അടിപൊളിയായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് സെറ്റ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക് എല്ലാം കവർ ചെയ്തതാണ്. അപ്പം ഇനി പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പിന്നീട് പ്രാക്ടീസ് ചെയ്യുക, എഴുതി ഇപ്പം എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ റീസണിങ്ങിന്റെ കേസ് അങ്ങനെയാണ്. ഇനി ജനറൽ അവയർനെസ്സിലേക്ക് പോവാം. ജനറൽ അവയർനെസ്സിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ. കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ, എസ്പെഷ്യലി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നമുക്ക് RRB JEയിലും പ്രതീക്ഷിക്കാം. അതായത് കറണ്ട് അഫയേഴ്സ് അനുശ്രീ മിസ് നല്ല കിടിലനായിട്ട് നല്ല കോഡുകളൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ക്ലാസ്സസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പം എത്രത്തോളമാണ് എന്ന് നിങ്ങൾ കഴിഞ്ഞ എക്സാമുകളൊക്കെ SSC ആയിക്കോട്ടെ RRB ആയിക്കോട്ടെ എഴുതിയ ആളുകളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കാരണം ചോദ്യങ്ങൾ അത്യാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഇനി ജോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റി, എക്കണോമി ഇതെല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ GKയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനം മറന്നു പോകും.
അല്ലെ? കാരണം കടലുപോലെ പഠിച്ചിട്ടുണ്ട്. വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് GA എന്ന് പറയുന്നത്. അപ്പം ഈ സാധനം നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒരുപാട് മുന്നേ പഠിച്ചതായിരിക്കും ചിലപ്പം, അല്ലെ? ഒരുപാടുണ്ടല്ലോ. കാരണം GA മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, അല്ലെ? അപ്പൊ പഠിച്ച കാര്യങ്ങൾ മേ ബി മറന്നു പോയിട്ടുണ്ടാവും. മനുഷ്യന്മാരാണ് മറന്നുപോകും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? റിവൈസ് ചെയ്യണം. ഓക്കെ, എല്ലാം റിവൈസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അത് ആ ഭാഗത്തേക്ക് പോവാം കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ GAയുടെ സിലബസ് വരുന്നത്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ GAയുടെ സിലബസ് ഇങ്ങനെയാണ്. ഇനി ജനറൽ സയൻസിലേക്ക് പോവാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? 10th CBSE NCERT ബുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് ആണ്. നിങ്ങൾ പേടിക്കണ്ട. അതേ സാറാണെങ്കിലും NCERT അടിപൊളിയായിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിലും പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സാറിന്റെ നോട്ട് തന്നെ ധാരാളം, സാറിന്റെ ക്ലാസ് തന്നെ ധാരാളം ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ്സിലെടുത്ത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. CBT 2 ബയോളജി ഇല്ല. ഓക്കെ, ലൈഫ് സയൻസ് ഇല്ല. CBT 1 എന്തുണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ട്. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട് കേട്ടോ. അപ്പം ഈ 3 സബ്ജക്റ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ള ആളുകൾ, പഠിക്കാത്ത ആളുകളാണെങ്കിൽ മാക്സിമം ഒന്ന് കുറച്ച് ഏരിയ എങ്കിലും കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയ അത്യാവശ്യം ഒന്ന് കവർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് റീസണിങ്ങിന്റെ കാര്യം. റീസണിങ്ങിൽ ഇനി നമ്മുടെ കയ്യിൽ 1 മാസമേ ഉള്ളൂ. റീസണിങ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാം. റീസണിങ്ങിൽ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യണം. കാരണം ഇത്രയും വെയിറ്റേജ് കൂടിയ ഏരിയ ആണ്. ഓക്കെ, നമ്പർ സീരീസ്, അനലോജി, ദെൻ കോഡിംഗ്, ഡീകോഡിങ്, സിലോജിസം പോലെയുള്ള ടോപ്പിക്കുകൾ, ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം റീസണിങ്ങിൽ കേട്ടോ. ഇനി മാത്സിലേക്ക് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ 2024 JEE എക്സാമിന്റെ അവസ്ഥ നമുക്ക് നോക്കാം. എന്തായിരുന്നു ആ ഒരു എക്സാമില്? ഏകദേശം ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ച ഭാഗങ്ങളാണ്, വെയിറ്റേജ് കൂടുതലായിട്ട് വന്നിട്ടുള്ള മാത്സിലെ ടോപ്പിക്കുകളാണ്. അപ്പൊ ഇതിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അതേപോലെ നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഷാനിബ മിസ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, നന്നായിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്, പ്രാക്ടീസ് നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് പിന്നെയും ചെയ്യണം. കാരണം ഇനി എഴുതി ആ സാധനം പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ മറ്റു ടോപ്പിക്കുകളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ മാത്രമല്ല, നിങ്ങൾ നോക്കൂ നമ്പർ സിസ്റ്റം, അത് കഴിഞ്ഞ് മെൻസുറേഷൻ, ഓക്കെ, then profit and loss, algebra, okay, statistics, നമ്മുടെ മീൻ മീഡിയൻ മോഡൊക്കെ അറിയാലോ. then time and distance, okay, then simple and compound interest. ഇവിടെ നിന്നാണ് കുറച്ചധികം ചോദ്യങ്ങൾ ഉള്ള ടോപ്പിക്കുകളിൽ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. എല്ലാം ഒരുപാട് വാരി വലിച്ച് അങ്ങ് പഠിക്കുക എന്നുള്ളതിനേക്കാളും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തിട്ട്, അതായത് മുൻപേ നടന്ന 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ഡിസ്കസ് ചെയ്ത്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഷാനിബ മിസ് നിങ്ങളെ ഡെയിലി പഠിപ്പിച്ചതാണല്ലോ, അല്ലേ, SJE ബാച്ചിൽ. ഓക്കെ, അപ്പം ഇതില് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ആൻഡ് അതേപോലെ നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അൾജിബ്ര പോലെ ടോപ്പിക്കുകൾ, അതൊന്നും ഒരുപാട് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. വെയിറ്റേജ് കുറച്ച് കൂടിയ ടോപ്പിക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ബാക്കിയുള്ളതും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറവാണ്. ഓക്കെ, കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എല്ലാ എക്സാംസും എടുത്തു നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഈ ഭാഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദ്യങ്ങൾ അധികമായിട്ടും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാത്സിന്റെ ഒരവസ്ഥ എങ്ങനെയാണ്? ഇനി നമുക്ക് സയൻസിലേക്ക് പോവാം. ഓക്കെ, സയൻസിലേക്ക് പോവാം. കാരണം ജനറൽ അവയർനെസ് ഉണ്ടല്ലോ, ജനറൽ അവയർനെസ്സിനേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് CBT 1 എന്തിനു വരുന്നുണ്ട്? നമ്മുടെ സയൻസിന് വരുന്നുണ്ട്. അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തു നോക്കുന്ന സമയത്ത് കഴിഞ്ഞ എക്സാമുകളിൽ കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ആദ്യം തന്നെ
ഫിസിക്സിൽ ആദ്യത്തെ നമ്മുടെ കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ, ആ ഭാഗത്ത് നിന്ന് കുറച്ചധികം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ആ പോർഷൻ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ ഫോക്കസ് കൊടുക്കാം. ദെൻ വർക്ക് പവർ എനർജി, അവിടെ നിന്നും ഏകദേശം 10ഓളം ചോദ്യങ്ങൾ ആവറേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഇലക്ട്രിസിറ്റി, നമ്മുടെ ഓംസ് ലോ ഒക്കെ, അതൊന്നും ഏകദേശം 10ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, 8-10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദ്യങ്ങൾ കണ്ടില്ല സൗണ്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു 5-6 ടോപ്പിക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അവിടെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അവിടെ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കും. ഞാൻ പറഞ്ഞു എല്ലാം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി സമയം കുറവാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് പൊക്കോളൂ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് പോവാം. അപ്പൊ ചോദ്യങ്ങൾ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടില്ല, ഏകദേശം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്, വെയിറ്റേജ് കൂടിയ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി കെമിസ്ട്രിയിലേക്ക് പോവാം. കെമിസ്ട്രിയിൽ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, അതെ സാർ എപ്പോഴും പറയുന്നതായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അതിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, വെയിറ്റേജ് കൂടിയൊരു ഭാഗമാണ്. ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻ്റ് വരുന്നത് വെയിറ്റേജ് കൂടിയ മറ്റൊരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, പിന്നീട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, അതുവരെയൊക്കെ എൻവയൺമെന്റൽ കെമിസ്ട്രി വരെയൊക്കെയാണ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വെയിറ്റേജ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. പിന്നീട് റിഡോക്സ് റിയാക്ഷൻ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസേ കണ്ടിട്ടുള്ളൂ. എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗമല്ല അവസാനത്തെ ഈ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ഈ കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ആദ്യത്തെ 5-6 ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യം അത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ അത്യാവശ്യം ടൈം എടുത്ത് കുറച്ച് എഫേർട്ട് ഇട്ട് കെമിസ്ട്രിയിൽ ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ബയോളജിയിലേക്ക് വരാം. ഓക്കെ, ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുള്ളത് നമ്മുടെ ഹ്യൂമൻ ബോഡി ഓർഗൻ സിസ്റ്റം. ഓക്കെ, അതിന്നാണ് ഏറ്റവും കൂടുതൽ 10-13ഓളം, ആവറേജ് ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. സെല്ലിന് എന്ത് ചെയ്തിട്ടുണ്ട്, 10ഓളം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് 8-9, ഡിസീസസ് 7-8, റിപ്രൊഡക്ഷൻ 7-8 വന്നിട്ടുണ്ട്. മൈക്രോ ഓർഗാനിസംസ് 6-7 വന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് 5-6 വന്നിട്ടുണ്ട്. പിന്നെ കുറവാണ് പ്ലാന്റ് ഫിസിയോളജി, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എൻവയൺമെന്റ് എക്കോളജി, ബയോടെക്നോളജി, അഗ്രികൾച്ചറൽ സയൻസ്, ഇതൊക്കെ ചോദ്യങ്ങൾ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പം ആദ്യത്തെ നമ്മുടെ ഹ്യൂമൻ ബോഡി ഒക്കെ, സെല്ലും ഹ്യൂമൻ ബോഡി ഒക്കെ പ്ലാന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പം ക്ലാസ്സിലിരുന്ന് പഠിച്ച ആൾ ഒരു ടെൻഷനും നിങ്ങൾ അടിക്കേണ്ട. ഇനി റിവിഷൻ ഒക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ, MCQ ഒക്കെ, മോക്കൊക്കെ നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ ലഭിക്കും. ഓക്കെ, CBT ക്ലിയർ ആവും, ഡോണ്ട് വറി. ഓക്കെ, അപ്പം അങ്ങനെയാണ് സയൻസിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും വെയിറ്റേജ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകേണ്ടത്, ഇനിയുള്ള സമയം ഈ വെയിറ്റേജ് ഒക്കെ നമുക്ക് മനസ്സിലായി, ഇതിനനുസരിച്ചുള്ള പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലൊരു വഴിയുണ്ട്. നമ്മൾ 3 ടാർഗറ്റുകൾ നമ്മുടെ മുന്നിൽ വെക്കണം. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ മാസം, ഓക്കെ, അതായത് ജനുവരി കഴിയാറായി. ഓക്കെ, ജനുവരി കഴിയാറായി, ഇനി 10 ലിമിറ്റഡ് ആയുള്ള ദിവസങ്ങളെ, 10 ദിവസത്തോളേ ഉള്ളൂ. യെസ്, കറക്റ്റ് 10 ദിവസം, 11 ദിവസം കൂടി പോയാലുണ്ടാവും. അപ്പം ജനുവരിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അതായത് മാത്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും, ജനുവരി മാസം നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ഓക്കെ, അതിലെന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എല്ലാ നോട്ടുകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ടോപ്പിക്കുകളുടെ നോട്ടുകൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആ നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. എല്ലാ ടോപ്പിക്കുകളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിന്റെയും നോട്ടുകൾ നിങ്ങൾ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, മാത്സിന്റെ കേസിൽ കേട്ടോ. ഓക്കെ, കാരണം നിങ്ങൾ കോൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക, പ്രാക്ടീസ് ചെയ്ത് എഴുതി തന്നെ മാത്സ് സെറ്റാക്കാം. ഓക്കെ, ഇനി സയൻസിലേക്ക് വരാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളിലെ ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഓക്കെ, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളെല്ലാം എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ചുമ്മാ ചാപ്റ്റർ പഠിക്കണ്ട, ആ ചാപ്റ്ററിൽ തന്നെ, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സെൽ എടുത്തു കഴിഞ്ഞാൽ സെല്ലിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ഉണ്ടാവും. ആ ടോപ്പിക് നന്നായിട്ട് പഠിക്കാം, അല്ലെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള്
5 ഇയർ പ്ലാൻ പഠിക്കുകയാണ്. 5 ഇയർ പ്ലാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ 5 ഇയർ പ്ലാനും ഇങ്ങനെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നില്ല. പക്ഷെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ, തേർഡ് 5 ഇയർ പ്ലാൻ, ദെൻ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ സ്ലോഗനുമായിട്ട് വന്ന 5 ഇയർ പ്ലാൻ. ഓക്കെ, അതെന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവിടെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സബ് ടോപ്പിക് ഉണ്ടാവുമല്ലോ, തീം ഉണ്ടാവില്ല. അത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. സയൻസിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനിയുള്ള ജനുവരി മാസത്തെ പെൻഡിങ് ആയിട്ടുള്ള 11 ദിവസം. ഓക്കെ, അതായത് ജനുവരി 31 ഉണ്ടല്ലോ, ജനുവരി 31 തീയതി വരെ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് മാത്സിൽ നിങ്ങൾ ഇനിയും പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും നോട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുണ്ടോ അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. 11 തീയതിക്ക് മുന്നേ മാത്സിന്റെ എല്ലാ നോട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് നോട്ട്, എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ്, എല്ലാ ടോപ്പിക്കുകളല്ല, എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളുടെയും നോട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ട് സയൻസ് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ തറോ ആക്കുക, കവർ ചെയ്യാം, തറോ ആക്കുക മാക്സിമം. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എല്ലാം പഠിക്കണ്ട, എല്ലാം വാരി വിഴുങ്ങേണ്ട, ആവശ്യമുള്ളത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യേണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇനി ജി കെയിലേക്ക് വരാം. ജി കെയില് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നോക്കണം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നോക്കണം. അതിന്റെ കൂടെ നമ്മുടെ പ്രധാനപ്പെട്ട 3 ആൾക്കാരുണ്ടല്ലോ, പോളിറ്റി, മോഡേൺ ഹിസ്റ്ററി, ജിയോഗ്രഫി. ഇവിടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. എക്കണോമിക്സ് ചോദ്യങ്ങൾ വരുന്നത് അത്ര കുറവാണ്. ഓക്കെ, ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് പോളിറ്റി, മോഡേൺ ഹിസ്റ്ററി, ജിയോഗ്രഫി. ഈ 3 പേരെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നും ഇപ്പൊ പോളിറ്റിയിലെ ഒരു 350 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴുണ്ടല്ലോ, അതായത് MCQ ക്വസ്റ്റ്യൻ ആണല്ലോ ഇപ്പൊ പോളിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും അല്ലെ. റൈറ്റ് ആൻസർ കിട്ടുന്ന സമയത്ത് ചിലത് നിങ്ങളുടെ തെറ്റിപ്പോവുകയും ചെയ്യും. തെറ്റിപ്പോയത് എന്തുകൊണ്ടാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം എന്തുകൊണ്ട് റോങ് ആൻസർ ആയിട്ട് വന്നത്, ആ ഒരു വൈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിന്റെ ആൻസർ, ആ ഓപ്ഷൻസും കൂടെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ജി കെ പഠിക്കുന്ന സമയത്ത്, അതായത് ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി പഠിക്കുന്ന സമയത്ത്, ഈവൻ ദോ നിങ്ങൾ ആ ഒരു MCQ കറക്റ്റ് ചെയ്താലും, റൈറ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയാൽ പോലും ബാക്കി വന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓപ്ഷൻസും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ആ ഓപ്ഷൻസും കൂടെ നൈസ് ആയിട്ടൊന്ന് വായിച്ചു പോകും. ആ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാം. ഓക്കെ, ഇനിയിപ്പോ പോളിറ്റി ആണെങ്കിൽ, പോളിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും ഒക്കെ ഉണ്ടാവുമല്ലോ. ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും അത് പോളിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വിഷ്ണു സാറ് നമ്മൾ അടിപൊളിയായിട്ട് പോളിറ്റിയും ഹിസ്റ്ററിയും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും വിചാരിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് ഓൾറെഡി പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്, കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സാറ് ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾ കുറച്ചുകൂടെ. കാരണം നമുക്കിപ്പോൾ ജി കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് വരും, ഇന്ന ഭാഗത്ത് നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരും, നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ജി കെക്കുള്ളത്, കറണ്ട് അഫയേഴ്സും ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ കഴിഞ്ഞ എക്സാമുകൾ, കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൽ തന്നെ പോളിറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ്, ഇമ്പോർട്ടന്റ് ഷെഡ്യൂൾസ് ഒക്കെ എന്ത് ചെയ്യുക, ഓർത്ത് പോകുക. അതിന്റെ കോഡൊക്കെ ഉണ്ടല്ലോ, സാർ കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. യെസ്, ഇനി മോഡേൺ ഹിസ്റ്ററി അതേപോലെ തന്നെ ഒരു ക്രോണോളജിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സും ഡേറ്റ്സും ഒക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, ആ ഇവന്റ്സ് വിഷ്ണു സാറ് നല്ല കഥ പോലെ തന്നെയാണ് നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ക്ലാസ്സിൽ. അപ്പം അത് നിങ്ങൾ പേടിക്കേണ്ട. ആ കഥ നിങ്ങൾക്ക് ഒരു സിനിമ പോലെ, ഇപ്പോൾ സാറിന്റെ ക്ലാസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൂവി കണ്ടതുപോലെ തന്നെ, യുദ്ധമൊക്കെ മുന്നിൽ നടക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പം അതേപോലെ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ആ ഒരു ക്രോണോളജി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഇവന്റ്സ് ആയിക്കോട്ടെ, ആ കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അതെന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അത് നിങ്ങൾ കവർ ചെയ്യുക. ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി
യെസ്, നന്നായിട്ട് ഇപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിലെ ക്ലൈമറ്റ് ആയിക്കോട്ടെ, ഫിസിക്കൽ ഡിവിഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ അത്യാവശ്യം എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അഗൈൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന്. ജോഗ്രഫിയും കടൽ പോലെയുണ്ട്. അപ്പം എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജെയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, ജെയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ഏതാണ്, ഓക്കെ. അതിലിപ്പം MCQല് വരുന്ന സമയത്ത് നിങ്ങൾ മോക്ക് എടുക്കുന്ന സമയത്ത് MCQല് ഓപ്ഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത മാസം ഫെബ്രുവരി 10-11 ദിവസം കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ആവും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, മാത്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മാക്സിമം ടെസ്റ്റ് സീരീസിനെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് സമയം 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ. ഇതില് മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും മിക്ക ആളുകളുടെയും സമയം പോകും. അപ്പൊ നിങ്ങൾ മാത്സിൽ ചെയ്യേണ്ട എന്താ, മാക്സിമം ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്തിട്ട് മാക്സിമം ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ സ്പീഡ് കൂട്ടുക. റൈറ്റ് ആൻസർ വായിക്കണം, നിങ്ങളുടെ സ്പീഡ് കൂട്ടുക. ആൻഡ് സ്പീഡ് കൂട്ടുന്ന ആ ഒരു സ്പീഡിൽ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആൻസറിലേക്കും എത്തണം. സ്പീഡും അക്യുറസി നിങ്ങൾ ഉറപ്പുവരുത്തണം. മാത്സിൽ നിങ്ങൾ അതാണ് ഫെബ്രുവരി മാസം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ടെസ്റ്റ് സീരീസ് മാക്സിമം ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ സ്പീഡ് കൂട്ടുക. ഓക്കെ, ആൻഡ് റൈറ്റ് ആൻസറും ആയിരിക്കണം. റെഡി. ഇനി സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നത് മാത്രമല്ല, ഇപ്പൊ മാത്സിൽ നമ്മൾ സീരീസ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ആൻസർ തെറ്റുന്നുണ്ടാവാം അല്ലേ. അപ്പം തെറ്റിപ്പോയ ആൻസർ ഉണ്ടല്ലോ, ആ തെറ്റ് ഇപ്പൊ റേഷ്യൻ പ്രപ്പോർഷൻ ആയിക്കോട്ടെ, അതൊന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിപ്പോയി. അപ്പം ഒന്നുകൂടെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് ആ ഒരു റേഷ്യൻ പ്രപ്പോർഷനെ മാത്രം ഒന്നുകൂടെ അതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, തെറ്റിപ്പോയ ആൻസറുകൾക്ക് 30 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്തിട്ട് അതൊന്നൊന്നുകൂടെ സെറ്റ് ആക്കാം. ഓക്കെ, ഇനി സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് MCQs, മാക്സിമം MCQs, ഇഷ്ടം പോലെ MCQs നമുക്ക് MCQ സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്, മോക്ക് മാത്രമല്ല. ഓക്കെ, യെസ്. അപ്പം MCQ നിങ്ങൾ മാക്സിമം ഈ ഒരു ഫെബ്രുവരി മാസം MCQ ആൻഡ് ടെസ്റ്റ് സീരീസിൽ ഫോക്കസ് ചെയ്യണം. മോക്ക് നമുക്ക് അടുത്ത മാസം നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മോക്ക് നോക്കാം. റെഡി. എക്സാം അടുത്ത് അല്ലെങ്കിൽ എക്സാമിന് 2-3 ദിവസം മുന്നേ ഒക്കെ അല്ലെങ്കിൽ എക്സാം അടുപ്പിച്ച് നമ്മൾ മോക്ക് നോക്കിയാൽ മോക്കിലേക്ക് പോയാൽ മതി. ഇപ്പം നമ്മൾ മോക്കിലേക്ക് പോകണ്ട. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസുകളും MCQയും ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സയൻസിലും ഇതേപോലെ MCQ എടുക്കുക. മാക്സിമം MCQ എത്രത്തോളം നിങ്ങൾ അത് MCQ അറ്റൻഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ റിവിഷനും അതിന്റെ കൂടെ നടന്നു പോകും. കാരണം നിങ്ങൾ ഓരോ ഉത്തരം തെറ്റുമ്പോഴും അത് നോക്കും അല്ലേ. തെറ്റിപ്പോയ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കും. അപ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അടുത്ത GK പോകുമ്പോഴത്തേക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. MCQ എഗെയിൻ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാൻ പറഞ്ഞു. MCQ അറ്റൻഡ് ചെയ്തിട്ട് തെറ്റിപ്പോകുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എന്തുകൊണ്ടാണ് ഈ ഒരു റൈറ്റ് ആൻസർ വന്നത്, ആ ഒരു അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമതും പിന്നെയും നിങ്ങൾ ചെയ്യേണ്ടത് MCQ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, റെഡി. ഇനി റീസണിങ് ഓരോ ദിവസം ഫെബ്രുവരിയിൽ ഓരോ ദിവസവും ഒരു ടെസ്റ്റ് വെച്ച് ചെയ്യാം. റീസണിങ്ങിൽ ഒരു സെറ്റ് ടെസ്റ്റ് വെച്ച് ചെയ്യാം. ഓക്കെ, കാരണം ആ ലോജിക്ക് റീസണിങ് സിമ്പിൾ ഒക്കെയാണ്, പക്ഷെ ആ ലോജിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് തലയിലേക്ക് നന്നായിട്ട് കയറണമെങ്കിൽ ഡെയിലി ഒരു സെറ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ, റീസണിങ്ങിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഈ 28 ദിവസമേ ഫെബ്രുവരി ഉള്ളൂ. 28 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം 1-2 അതിൽ കൂടുതൽ ചെയ്യേണ്ട 1-2 ടെസ്റ്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, റീസണിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റെഡി. ഇതാണ് ഫെബ്രുവരി മാസം നമ്മുടെ ടാർഗറ്റ് 2 എന്ന് പറയുന്നത് കേട്ടോ. റെഡി. ഇനി ചില ആളുകൾക്ക് ഇപ്പം എക്സാമിന്റെ ഡേറ്റ് അനുസരിച്ച് നിങ്ങളിത് ഇതിൽ കുറച്ച് കറക്ഷൻസ് വരുത്തണേ. ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഓക്കെ, ഇനി എക്സാം അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് MCQ എടുക്കലോ അതേപോലെ തന്നെ ഈ പറഞ്ഞ ടെസ്റ്റ് സീരീസ് എടുക്കലല്ല, റിവിഷൻ മാത്രം, അതും വിത്ത് മോക്ക് ടെസ്റ്റ്. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അവസാന നിമിഷത്തേക്ക് മാത്രമാണ് നമ്മൾ മോക്ക് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ മോക്ക് എടുക്കാം. ഓക്കെ, എക്സാമുമായിട്ട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ എടുക്കാം. ഓക്കെ, അതേപോലെ ഫൈനൽ റിവിഷൻ ചെയ്യാം. ഫൈനൽ റിവിഷൻ നിങ്ങൾ അവസാന ഭാഗത്തേക്ക് വെക്കാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. എന്നാലും പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ ഓൾറെഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഷോർട്ട് നോട്ടുകൾ, ലെക്ചർ നോട്ടുകൾ എടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ആ നോട്ടുകളൊക്കെ ഒന്നുകൂടെ എന്ത് ചെയ്യുക, അതിലൊന്ന് ഓടിച്ചു പോവാം. ഓക്കെ, ഫൈനൽ റിവിഷൻ ചെയ്യുക എല്ലാ സബ്ജക്റ്റുകളും.
എല്ലാ സബ്ജക്റ്റുകളും ഫൈനലിൽ നിന്ന് റിവൈസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ തന്നെ അത്യാവശ്യം നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകളാണ് അല്ലേ, അപ്പം ഇനി മുന്നേ എക്സാം എഴുതിയ ആളുകളുണ്ടാവും. അപ്പം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് ആത്മവിശ്വാസം നിലനിർത്താൻ നോക്കാം. നമ്മൾ ഈ ഒരു ജേർണിയിൽ മേ ബി എക്സോസ്റ്റഡ് ആവാം, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ പഠിച്ച ആളുകളാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഒരിക്കലും എവിടെയും എത്താതെയൊന്നും പോകില്ല, എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ SSC റെഗുലർ ബാച്ച് 2.0 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് ഉൾപ്പെടെ ഒരുപാട് SSCക്ക് ഒരുപാട് റിസൾട്ട് വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇന്നലകളിലൊക്കെ ആയിട്ട്. യെസ്, അപ്പം SSC റെഗുലർ ബാച്ച് 2.0 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന MTS ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് ഒരൊറ്റ ബാച്ചായിട്ട് SSC ബാച്ച് 2.0. ഫസ്റ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിരുന്നു, SSC റെഗുലർ ബാച്ച്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 5,999 രൂപയാണ്. മാക്സിമം എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മതി. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ചാണ്, RRB ഗ്രൂപ്പ് ഡി ബാച്ചാണ്. ഇത് അടുത്ത മാസമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഫെബ്രുവരി 12-നാണ്. അപ്പം നേരത്തെ തന്നെ നമ്മൾ ഏത് എക്സാം ആണെങ്കിലും നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, അത്രയും നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെ ഉണ്ടാവും അല്ലേ. അപ്പം ഇതിൻ്റെ ഫീസ് നിങ്ങൾ നോക്കും, വെറും 2,999 രൂപ, അത്ര പോലില്ല അല്ലേ. യെസ്, അപ്പം ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ഈ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അഡീഷണൽ ഇൻഫർമേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാൻ നോക്കാം. ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയുള്ള സമയം ടെൻഷൻ അടിച്ച് കളയാതെ ഇനിയുള്ള ആ ഒരു സമയത്തേക്ക്, ഒരു മാസത്തേക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള സമയം വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.